നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി NA ബെന്നി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിന് വേണ്ടി 10 കോടി രൂപയാണ് ഈ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ, വ്യത്യസ്ത നയങ്ങൾ, സമീപനങ്ങൾ എന്ന വിഷയത്തിൽ അധ്യാപകരും ജീവനക്കാരും FSETOയുടെ നേതൃത്വത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. ബെഫി സംസ്ഥാന പ്രസിഡന്റ് N സനൽബാബു ഉദ്ഘാടനം ചെയ്തു. മണക്കാട് NSS സ്കൂളിലേക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ഫണ്ടിൽ നിന്ന് ലഭിച്ച സ്കൂൾ ബസിന്റെ കന്നിയാത്രയ്ക്ക് NSS തൊടുപുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പാമ്പാടുംപാറ പഞ്ചായത്തിലെ 6ാം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്തുന്നതിനായി വാർഡിലെ വിവിധ മേഖലകളെ ഉൾപ്പെടുത്തി വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു. പാമ്പാടുംപാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BC അനിൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി NA ബെന്നി ഉദ്ഘാടനം ചെയ്തു. റബ്ബറിന്റെയും മറ്റ് നാണ്യവിളകളുടെയും താങ്ങുവിലയെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്യാതെ കേരളത്തിലെ കർഷകരെയും അവഗണിച്ച ബജറ്റാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കേരളം അതിപ്രാധാന്യമുള്ള എയിംസ് പോലെയുള്ള പദ്ധതികളും അതിവേഗ റെയിൽ പദ്ധതികളും കേരളം ആവശ്യപ്പെട്ടിട്ടും കേവലം കടലാമ പ്രജനന കേന്ദ്രം അനുവദിച്ചതിലൂടെ കേരളത്തിന്റെ ടൂറിസ്റ്റ് മേഖലയ്ക്കും ചെമ്മീൻ പോലുള്ള സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കും ഹാനികരമായ പദ്ധതി അനുവദിച്ചതിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക രംഗം അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഈ സമരം സൂചന മാത്രമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി NA ബെന്നി പറഞ്ഞു. റബ്ബറിന്റെയും മറ്റ് നാണ്യവിളകളുടെയും താങ്ങുവിലയെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്യാതെ കേരളത്തിലെ കർഷകരെയും അവഗണിച്ച ബജറ്റാണ് കേന്ദ്ര സർക്കാരിന്റേത് എന്ന് NA ബെന്നി കുറ്റപ്പെടുത്തി. മലയോര മേഖലയുടെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ബജറ്റാണ് കേരള ബജറ്റ്. നമ്മുടെ ജില്ലയിൽ ചുമ്മാ വിചിത്രമായ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു വെള്ളം മന്ത്രിയുണ്ട്, ജലസേചനത്തിന്റെ വകുപ്പ് മന്ത്രി ശ്രീ നമ്മുടെ റോഷി അഗസ്റ്റിൻ. എല്ലാ വർഷവും 5 വർഷക്കാലമായി ബഡ്ജറ്റിൽ പറയുന്നത് 1000-1500 കോടി രൂപയുടെ വികസനം മാത്രമുള്ളൂ പാക്കേജ് കേരളത്തിന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. 1 രൂപയുടെ പാക്കേജ് പ്രവർത്തനങ്ങൾ ഇടുക്കി ജില്ലയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് എയിംസ് ഉൾപ്പെടെ നൽകുമെന്നാണ് പറഞ്ഞത്. പണ്ട് നമ്മുടെ കാലത്ത് ശ്രീ K കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മൂന്നാറിൽ ഇന്റർനാഷണൽ ലെവലിലൊരു ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നപ്പോൾ അത് തീവ്രവാദികളുടെ താവളമാകുമെന്ന് പറഞ്ഞ് എതിർത്തവരാണ് കേരളത്തിലെ ഇടതുപക്ഷം. അവരാണിപ്പോൾ പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷം. ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മുടെ മൂന്നാറിൽ സ്ഥലമുണ്ട്. കേരളത്തിലെ എയിംസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ നമ്മൾ അതിനുള്ള പാർലമെന്റിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. ജോയി മൈലാടി, TJ പീറ്റർ, ജോസ് ഓലിയിൽ, അഡ്വക്കേറ്റ് മുനീർ CM, PJ തോമസ്, ലാലു കൊയ്ത്താനം, രാജേശ്വരി ഹരിധരൻ, റോബിൻ മൈലാടി, അഡ്വക്കേറ്റ് സണ്ണി മാത്യു, MH സജീവ്, സെബാസ്റ്റ്യൻ മാത്യു, KG സജിമോൻ, മാർട്ടിൻ ജോസഫ്, റഷീദ് കാപ്രാട്ടിൽ, ശാലിനി ശശിധരൻ, അനീസ് ജോൺ, മായ രതീഷ്, ഷുക്കൂർ ഇസ്മയിൽ, JS ജോൺ, സുലൈമാൻ ഒറ്റത്തോട്ടത്തിൽ, ജോയി കട്ടക്കയം, SG സുദർശനൻ, TL അക്ബർ, ഷെരീഫ് പാലമല, TH ഹാരിസ്, MB അഷ്റഫ്, CK ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യ മേഖലയിൽ നല്ല നിലയിൽ മുന്നേറ്റമുണ്ടാക്കി എന്നുള്ളത് അഭിമാനകരമാണെന്ന് മന്ത്രി വീണ ജോർജ്. ഇനിയുള്ള നിർമ്മാണ പദ്ധതികളിൽ തുരങ്കപാത പോലുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് തീരുമാനം. കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിന് വേണ്ടി 10 കോടി രൂപയാണ് ഈ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. കട്ടപ്പന മുതൽ തേനി വരെ 20 കിലോമീറ്റർ യാത്രാലാഭം സാധ്യമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. നിയമസഭയിൽ തുരങ്കപാതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി.
സാർ, ഇടുക്കി ജില്ലയുടെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി LDF സർക്കാരിലൂടെ യാഥാർത്ഥ്യമാകുകയാണ് സാർ. സാർ, റോഡ് വികസനത്തിലൂടെ ഇടുക്കി ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിന് LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സാർ, പ്രത്യേക അഭിനന്ദനങ്ങൾ സാർ. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും തുരങ്കപാത നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. സാർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 10 വർഷക്കാലം കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉണ്ടായ മാറ്റം വിസ്മയകരമാണ് സാർ. സാർ, ഇടുക്കി ജില്ലയിലെ നമ്മൾ അതിന്റെ ഷോട്ടുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവിടെ സഞ്ചരിക്കുന്നവർക്കറിയാം, ഇനി അവിടെ പോകാത്തവർക്കാണെങ്കിൽ അത് ആളുകൾ തന്നെ, ജനങ്ങൾ തന്നെ എടുത്ത് അതിന്റെ വിഷ്വൽസ് ഒക്കെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. നമ്മളൊക്കെ നിരന്തരം അവിടെ പോകുന്നതുമാണല്ലോ സാർ. സാർ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നല്ല നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ. ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നിർമ്മാണ പദ്ധതികളിൽ തുരങ്കപാത പോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാർ, ഇത്തരത്തിലുള്ള തുരങ്കപാത നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് സാർ ഈ സഭയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹം മിണ്ടാതെ ഇരിക്കുന്നത്. ഒരു കാരണവശാലും തുരങ്കപാത അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് സാർ ഇവിടെ ഇരിക്കുന്നത്. സാർ, സംസ്ഥാന സർക്കാർ ഈ തുരങ്കപാത നിർമ്മിച്ച് മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് സാർ. അത് കട്ടപ്പന തേനി തുരങ്കപാതയുടെ നിർമ്മാണം സംബന്ധിച്ചാണ്. അതിന്റെ തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. കട്ടപ്പന മുതൽ തേനി വരെ 20 കിലോമീറ്ററോളം യാത്രാലാഭം സാധ്യമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് സാർ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വലിയ മുന്നേറ്റം ഈ ഒരു തുരങ്കപാതയിലൂടെ ഉണ്ടാകുന്നു. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ യാത്രാക്ലേശങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഒന്ന് മണ്ണിടിഞ്ഞാൽ, ഒരു ശക്തമായ മഴ പെയ്താൽ യാത്ര തടസ്സപ്പെട്ടു പോകുന്ന വയനാട് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് സാർ ഇങ്ങനെ തുരങ്കപാത എന്നുള്ളത് നമ്മൾ നേരത്തെ ഇതിനോടകം ഇത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ജനങ്ങളത് 2 കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു സാർ. അതുപോലെ തന്നെയാണ് സാർ ഇതുപോലെ മുതൽ തേനി വരെയുള്ള 20 കിലോമീറ്ററോളം യാത്രാലാഭം സാധ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇടുക്കിയിലെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന്റെ ആകെ വികസന മുന്നേറ്റത്തിന് ഇത് സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട് കോഴിക്കോട് തുരങ്കപാത എതിർത്തതുപോലെ പ്രതിപക്ഷ നേതാവ് ഈ പദ്ധതി എതിർക്കുന്നുണ്ടോ സാർ? സാർ, അത് സാർ, ഇത് കേരളം ഇത് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും. കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ, വ്യത്യസ്ത നയങ്ങൾ, സമീപനങ്ങൾ എന്ന വിഷയത്തിൽ അധ്യാപകരും ജീവനക്കാരും FSETOയുടെ നേതൃത്വത്തിൽ ഓപ്പൺ ഫോറം നടത്തി. ബെഫി സംസ്ഥാന പ്രസിഡന്റ് N സനൽബാബു ഉദ്ഘാടനം ചെയ്തു. FSETO ജില്ലാ പ്രസിഡന്റ് MR അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകൾ, വ്യത്യസ്ത നയങ്ങൾ, സമീപനങ്ങൾ എന്ന വിഷയത്തിൽ അധ്യാപകരും ജീവനക്കാരും FSETO നേതൃത്വത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. ബെഫി സംസ്ഥാന പ്രസിഡന്റ് N സനൽബാബു ഉദ്ഘാടനം ചെയ്തു. അതിപ്പോ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും വളരെ കൃത്യമായ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ചിന്തകളാണ് ബജറ്റിലൂടെ പുറത്തു വരുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് ഫെബ്രുവരി 1-ാം തീയതി അവതരിപ്പിച്ച അന്ന് തന്നെ, അതിന്റെ പിറ്റേ ദിവസം ഹിന്ദു ദിനപത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിൾ, ആ ആർട്ടിക്കിൾ എഴുതിയത് ദീപ സിൻഹ, അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അവരുടെ ആ ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ പുഷിംഗ് വെൽഫെയർ ടുവേർഡ്സ് ദ സ്റ്റേറ്റ്സ് എന്നാണ്. പുഷിംഗ് വെൽഫെയർ ടുവേർഡ്സ് ദ സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുക. ഏറ്റവും നല്ല ഉദാഹരണം പഴയ തൊഴിലുറപ്പ് പദ്ധതിയാണ്. പഴയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി ഇപ്പൊ ജി അല്ലെ, വികസിത് ഭാരത് ജി ബില്ലായിട്ട് മാറി. അതില് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന 96,000 കോടി രൂപ യൂണിയൻ ബഡ്ജറ്റിലെ ഈ ബില്ലിലേക്ക് വേണ്ടി ഈ തുക 96,000 കോടി അലോട്ട് ചെയ്തപ്പോ ആ അലോട്ട്മെന്റ് യഥാർത്ഥ അവകാശികൾക്ക് കിട്ടണമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ 56,000 കോടി മുടക്കണം. ഇപ്പൊ വായിക്കുമ്പോൾ തോന്നും 96,000 കിട്ടിയെന്ന്. പക്ഷേ അത് കിട്ടണമെങ്കിലോ ഇപ്പൊ പുതിയ ഇതുവരെ അതാണ് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വെൽഫെയർ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുക. 60:40 എന്ന പുതിയൊരു അനുപാതം ഈ തൊഴിലുറപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക.
FSCTO ജില്ലാ പ്രസിഡന്റ് MR അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ, ജില്ലാ സെക്രട്ടറി CS മഹേഷ്, KGOA ജില്ലാ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി TG രാജീവ് സ്വാഗതവും ഏരിയ സെക്രട്ടറി PM റഫീഖ് നന്ദിയും പറഞ്ഞു. കേരള സംസ്ഥാനത്തെ സമ്പൂർണ്ണമായും അവഗണിച്ച കേന്ദ്ര ബജറ്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരണമെന്നും കേരളത്തിന്റെ ജനക്ഷേമ ബജറ്റിനെ പിന്തുണ നൽകണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മണക്കാട് NSS സ്കൂളിലേക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ ഫണ്ടിൽ നിന്ന് ലഭിച്ച സ്കൂൾ ബസിന്റെ കന്നിയാത്രയ്ക്ക് NSS താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പ്രസിഡന്റ് KK കൃഷ്ണപിള്ള, യൂണിയൻ സെക്രട്ടറി SN ശ്രീകാന്ത്, യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മണക്കാട് NSS സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മണക്കാട് NSS കരയോഗ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. അടിമാലി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് ഈ മാസം 6-ന് കൊടിയേറും. 6, 7, 8 തീയതികളിലാണ് തിരുനാൾ നടക്കുന്നത്. തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി പള്ളി വികാരി ഫാദർ മാർക്കോസ് ചിറ്റേമാരിയിൽ പറഞ്ഞു. 6, 7, 8 തീയതികളിലാണ് അടിമാലി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് തിരുനാളിന് കൊടിയുയരും. ലതീഞ്ഞ്, തിരുസ്വരൂപ പ്രതിഷ്ഠ, നൊവേന എന്നിവയ്ക്ക് ശേഷം ആഘോഷമായ വിശുദ്ധ കുർബാനയും പ്രസംഗവും നടക്കും. റവറൻ ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി നേതൃത്വം നൽകും. തിരുനാളിന്റെ 2ാം ദിനം ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് റവറൻ ഫാദർ തോമസ് പുത്തൂർ നേതൃത്വം നൽകും. റവറൻ ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ചാറ്റുപാറ കുരിശടിയിലേക്ക് പ്രദക്ഷിണം നടക്കും. തുടർന്ന് പള്ളിയിൽ ദിവ്യകാരുണ്യ ആശീർവാദം നടക്കും. തിരുനാളിന്റെ അവസാന ദിവസം ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് റവറൻ ഫാദർ വിനീത് മേക്കൽ നേതൃത്വം നൽകും. റവറൻ ഫാദർ ആന്റണി പൊത്തൻകുളം തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് മച്ചിപ്ലാവ് കുരിശടിയിലേക്ക് പ്രദക്ഷിണവും പള്ളിയിൽ ദിവ്യകാരുണ്യ ആശീർവാദവും ഊട്ടുനേർച്ചയും നടക്കും. തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി പള്ളി വികാരി ഫാദർ മാർക്കോസ് ചിറ്റേമാരിയിൽ പറഞ്ഞു. മച്ചിപ്ലാവ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ, അതായത് ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ വാർഷിക തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ പ്രത്യേകത വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിൻ്റെ 800-ാം വർഷത്തോടനുബന്ധിച്ച് ലയോ മാർപ്പാപ്പ ഈ ദേവാലയം ഉൾപ്പെടെയുള്ള വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള എല്ലാ ദേവാലയങ്ങളെയും തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെയാണ് തീർത്ഥാടന കേന്ദ്രമായി ഈ ദേവാലയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ദേവാലയത്തിലെ തിരുനാളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. തിരുനാളിന്റെ 1-ാം ദിനം വൈകിട്ട് 6-ന് വാഹന വെഞ്ചിരിപ്പും, 2-ാം ദിനം വാദ്യമേളങ്ങൾ, ആകാശവിസ്മയം എന്നിവയും, 3-ാം ദിനം വൈകിട്ട് 7-ന് ഗാനമേളയും നടക്കും. കൈക്കാരന്മാരായി റോയി മാണിക്കത്താൻ, ഷൈജു ഇടക്കുടിയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഈ മാസം 7 മുതൽ 16 വരെ നടക്കും. 7-ന് വൈകിട്ട് 7:10-നും 8:20-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി മടുത്തുമുറി അജിത് ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയുയരും. ഉത്സവത്തിന്റെ 10-ാം ദിനമായ ഫെബ്രുവരി 16-ന് ക്ഷേത്രത്തിൽ ശിവരാത്രി ബലി നടക്കും. ഈ മാസം 7 മുതൽ 16 വരെയാണ് അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ പതിവ് പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കും. ഉത്സവത്തിന്റെ 2-ാം ദിനം രാവിലെ നവകം, പഞ്ചഗവ്യം, അഭിഷേകം എന്നിവയ്ക്ക് ശേഷം ഉത്സവ ബലി ദർശനം നടക്കും. വൈകിട്ട് ദീപാരാധനയും ഭഗവതി സേവയും ലളിത സഹസ്രനാമാർച്ചനയും നടക്കും. 3-ാം ദിനം രാവിലെ കൂട്ട മൃത്യുഞ്ജയ ഹോമം നടക്കും. 6-ാം ദിനം വൈകിട്ട് 5-ന് അഭിഷേക കാവടി നടക്കും. 7-ാം ദിനം രാവിലെ മഹാവിദ്യാരാജ്ഞി പൂജയും വൈകിട്ട് താലപ്പൊലി ഘോഷയാത്രയും തുടർന്ന് ദീപാരാധനയും നടക്കും. 8-ാം ദിനം പള്ളിവേട്ട മഹോത്സവം നടക്കും. വൈകിട്ട് ദീപാരാധന, പുഷ്പാഭിഷേകം, സേവ എന്നിവയ്ക്ക് ശേഷം രാത്രി 9:30-നാണ് പള്ളിവേട്ട പുറപ്പാട്. 9-ാം ദിവസം മഹാശിവരാത്രി ആറാട്ട് മഹോത്സവവും 10-ാം ദിനം പിതൃപൂജകളും പിതൃതർപ്പണവും നടക്കും. ഉത്സവ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നുവെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ
തൃക്കൊടിയേറ്റ് മകരമാസം 24-ാം തീയതി ഫെബ്രുവരി 7-ാം തീയതി വൈകിട്ട് 7:10-നും 8:20-നും ഇടയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്ക് ഉപരിയായി വിശേഷാൽ പൂജകളും നടത്തപ്പെടുകയും തുടർന്ന് മഹാശിവരാത്രി ദിനമായ 15-ാം തീയതി കൊടിയിറക്കോടുകൂടി സമാപിക്കുന്ന ഉത്സവത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും മഹാ അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. ഉത്സവത്തിന്റെ വിവിധ ദിവസങ്ങളിൽ ഗാനമേളയടക്കം വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുള്ളതായി ശാഖാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നൈജു രവീന്ദ്രനാഥ്, സെക്രട്ടറി ബാബു കൃഷ്ണൻകുട്ടി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ രേഖ ബാബു, പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് മാധവൻ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കരാട്ടെ സ്പോർട്സ് അക്കാദമി ഇടുക്കി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കരാട്ടെ കളർ ബെൽറ്റ് മത്സരങ്ങൾ നടത്തി. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച മത്സരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ബിജു നിർവഹിച്ചു. കരാട്ടെ സ്പോർട്സ് അക്കാദമി ഇടുക്കി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കരാട്ടെ കളർ ബെൽറ്റ് മത്സരങ്ങൾ നടത്തി. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച മത്സരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ബിജു നിർവഹിച്ചു. നമ്മളെല്ലാം മനുഷ്യരാണ്. ഞാനിപ്പോൾ നല്ല സന്തോഷവാനാണ്. ഈ നിമിഷം എൻ്റെ മുഖത്ത് നോക്കി അറിയാമോ സന്തോഷമുണ്ടെന്ന്? എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ ചിരിക്കുന്നുണ്ട്, എൻ്റെ സംസാരത്തിന് വിറയലില്ല, അല്ലേ? സംസാരിക്കുന്നുണ്ട്, വിറയലില്ല. എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷം ഉണ്ടായെന്ന് പറയാമോ? നിങ്ങളെ കണ്ടതുകൊണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതുകൊണ്ടും എന്നെ പഠിപ്പിക്കുന്ന മാഷുമൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് സന്തോഷമുള്ളത്. നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് സന്തോഷം നിറഞ്ഞതാവണം. അപ്പം നിങ്ങളുടെ പ്രിൻസിപ്പൽ സാറ് പറഞ്ഞു ഞാനും ഒരു കരാട്ടക്കാരനാണെന്ന് പറഞ്ഞു. ശരിയാണ്, ഞാനും ഇതുപോലെ പഠിച്ച കാലഘട്ടങ്ങളിൽ എൻ്റെ സാറുമാരൊക്കെ കരാട്ട പഠിപ്പിച്ചിട്ടുണ്ട്. പോലീസിൽ കയറിയപ്പോൾ അവിടെയും കുറേ കരാട്ട പഠിച്ചിട്ടുണ്ട്. 200ഓളം മത്സരാർത്ഥികൾ മത്സരിച്ചു. ബ്ലാക്ക് ബെൽറ്റ് ഉൾപ്പെടെയുള്ള വിവിധ കളർ ബെൽറ്റുകളും കരസ്ഥമാക്കി. ചടങ്ങിൽ ബാംഗ്ലൂരിൽ നടന്ന കരാട്ടെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കരാട്ടെ സ്പോർട്സ് അക്കാദമിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് സ്വർണം, വെള്ളി മെഡലുകൾ കരസ്ഥമാക്കിയ സരസ്വതി സ്കൂളിലെ വിദ്യാർത്ഥികളായ ദേവാനന്ദ്, ശിവന്യ ഡി നായർ എന്നിവർക്ക് മെഡലുകൾ നൽകി. മുഖ്യ അതിഥിയായി പങ്കെടുത്ത ബിജുവും സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ VN സുരേഷും ചേർന്ന് മത്സര വിജയികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കരാട്ടെ സ്പോർട്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ ബേബി എബ്രഹാം, ഡിക്സൺ ബേബി, അനി MB, ജിൽസ് ഫ്രാൻസിസ്, ഷൈജി, സന്ധ്യ സജീവ്, സ്റ്റിബു KB എന്നിവർ നേതൃത്വം നൽകി. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുമായി വൈസ്മൈൽ ഡെന്റൽ ക്ലിനിക്കിന്റെ രണ്ടാമത് സംരംഭം ഫെബ്രുവരി 5-ന് തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം മണ്ണൂർ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിക്കും. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം ചെയ്യും. വൈസ് ചെയർമാൻ K ദീപക്, കൗൺസിലർ ആതിര ജോഷി എന്നിവർ സന്നിഹിതരായിരിക്കും. പീഡിയാട്രിക് ഡെന്റിസ്ട്രി, കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, ഇംപ്ലാന്റ്സ്, ഗം ട്രീറ്റ്മെന്റ്, ക്രൗൺ ആൻഡ് ബ്രിഡ്ജ്,
ഡിജിറ്റൽ എക്സ്റേ ആൻഡ് ഡെന്റൽ സ്കാനിംഗ്, കമ്പി, ക്ലിയർ അലൈനേഴ്സ് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തന സമയം. നമസ്കാരം, ഞാൻ ഡോക്ടർ അഷിയ, ചീഫ് ഡെന്റൽ സർജൻ, വൈറ്റ്സ്മാൻ ഡെന്റൽ ക്ലിനിക്. നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷിഫ് മുഹമ്മദ്, ചീഫ് ഡെന്റൽ സർജൻ, വൈറ്റ്സ്മാൻ ഡെന്റൽ ക്ലിനിക്. വൈറ്റ്സ്മാൻ ഡെന്റൽ ക്ലിനിക്കിൻ്റെ 2ാം സംരംഭം തൊടുപുഴ KSRTC സ്റ്റാൻഡിന് സമീപം മണ്ണൂർ ആർക്കേഡിൽ വ്യാഴാഴ്ച ഫെബ്രുവരി 5 10 മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ, വൈസ് ചെയർമാൻ ശ്രീ K. ദീപക്, വാർഡ് കൗൺസിലർ ആതിര ജോഷി, മറ്റ് ആദരണീയ വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ഫെബ്രുവരി 5, 2026 വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. പാമ്പാടുംപാറ പഞ്ചായത്തിലെ 6ാം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്തുന്നതിനായി വാർഡിലെ വിവിധ മേഖലകളെ ഉൾപ്പെടുത്തി വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു. പാമ്പാടുംപാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BC അനിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. പാമ്പാടുംപാറ പഞ്ചായത്തിലെ 6ാം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്തുന്നതിനായി വാർഡിലെ വിവിധ മേഖലകളെ ഉൾപ്പെടുത്തി വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിനും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും വികസന പദ്ധതികൾ നിർദ്ദേശിക്കുന്നതിനും പദ്ധതികളുടെ നടപ്പാക്കൽ, വിലയിരുത്തൽ എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. പാമ്പാടുംപാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BC അനിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വികസന സ്വപ്നങ്ങൾ, നാടിന്റെ സ്വപ്നങ്ങളാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത്. ആ നാടിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. അതുപോലെ തന്നെ അന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ഈ നമ്മുടെ ഓരോ ഭാഗത്തും നമ്മുടെ തേക്കാമ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ നമുക്ക് അഭിമാനമായ ഒരു ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ മുണ്ടിയരുമയുള്ള ഹോസ്പിറ്റൽ, പാമ്പാടുംപാറയുള്ള PHC, നമ്മുടെ സ്കൂള്, തേക്കാമ്പ് സ്കൂൾ തുടങ്ങിയ നമ്മുടെ ഗവൺമെന്റിന്റെ വിവിധങ്ങളായ പദ്ധതികളുണ്ട്. ഈ പദ്ധതികളിലേക്ക് ആവശ്യമായ ഫണ്ട് രൂപീകരിക്കാൻ നമ്മൾ നിർവ്വഹണ സമിതി യോഗങ്ങൾ വിളിച്ചിരുന്നു. അവർ വളരെ വലിയ ആവശ്യങ്ങൾ നമ്മൾ അറിയിച്ചു. പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, വളരെ ഏറ്റവും കുറവ് വരുമാനമുള്ള പഞ്ചായത്താണ് നമ്മുടേത്. അത് നമുക്ക് ഫണ്ടുകൾ വളരെ കുറവാണ്. പുതിയ ഫണ്ടുകൾ കണ്ടെത്താനുള്ള ചില നടപടികൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വാർഡിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ, ഈ വാർഡിന്റെ എന്തൊക്കെ ആവശ്യങ്ങളാണോ അത് നിങ്ങളുടെ ഓരോ ഭാഗങ്ങളായി നിങ്ങളുടെ മനസ്സിലുണ്ട്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള ഗ്രാമസഭ നമുക്ക് പിന്നീട് വരും. നമ്മുടെ നാടിൽ റോഡാണോ, അല്ലെങ്കിൽ കുടിവെള്ളമാണോ, ഭവനങ്ങളാണോ, മറ്റിതര പദ്ധതികളാണോ, എന്തൊക്കെയാണോ നമ്മുടെ ആവശ്യം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ വിശദമായി ചർച്ച ചെയ്യണം. ആ ചർച്ച ചെയ്യുന്ന മുഴുവൻ ചർച്ചയും ഇവിടെ നമ്മുടെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട കൂടുതൽ ശരത്തുണ്ട്, അദ്ദേഹം അത് എഴുതിച്ചേർന്നു. ഈ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ അവതരിപ്പിച്ച് അത് പാസ്സാക്കി DPCയുടെ അംഗീകാരത്തിന് വിട്ട് അത് പാസ്സായ ശേഷം അടുത്ത ബഡ്ജറ്റ് കൊള്ളിച്ച് നമ്മൾ പൂർണ്ണമായി ആ ചർച്ചകളിലേക്ക് കൊണ്ടുവരും. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ആൻസമ്മ മാത്യു വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മിനി പ്രിൻസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് മെമ്പർ ഷൈജ സണ്ണി, ഉഷ സുധാകരൻ, വിഷ്ണു ശ്രീമന്ദിരം, TS സജി, ബിനോയ് ചിന്താമണി, വാർഡിലെ വിവിധ ഗ്രൂപ്പ് ചെയർമാൻമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ സൗജന്യ യൂറോളജി മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി. PSA ടെസ്റ്റ്, യൂറോഫ്ലോമെട്രി ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യമാണ്. ഫെബ്രുവരി 11 വരെയാണ് ക്യാമ്പ്. വെള്ളി, ഞായർ ദിവസങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 1 വരെയും ഉച്ചകഴിഞ്ഞ് 4 മുതൽ 5 വരെയുമാണ് ക്യാമ്പ് നടക്കുന്നത്. മൂത്രതടസ്സം, മൂത്രത്തിൽ കല്ല്, മൂത്രാശയ രോഗങ്ങൾ, മൂത്രത്തിൽ അണുബാധ, മൂത്രത്തിൽ രക്തത്തിന്റെ അംശം തുടങ്ങിയ രോഗങ്ങൾക്ക് ക്യാമ്പിലൂടെ പരിഹാരം ലഭിക്കും.
മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും ജനപ്രതിനിധികളെ ആദരിക്കലും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സാഫല്യം 2026 വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം ജി ശങ്കർകുമാർ ഉദ്ഘാടനം ചെയ്തു. മലയോര വിദ്യാഭ്യാസ മേഖലയുടെ കരുത്തായ രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 67ാമത് വാർഷികാഘോഷവും ജനപ്രതിനിധികളെ ആദരിക്കലും നറുക്കെടുപ്പും വിവിധ കലാപരിപാടികളും നടന്നു. സാഫല്യം 2026 എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം ജി ശങ്കർകുമാർ ഉദ്ഘാടനം ചെയ്തു. 1958 പ്രവർത്തനം ആരംഭിച്ച് ഈ നിലയിൽ നമ്മുടെ സ്കൂൾ നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നു. പഠനേതര വിഷയങ്ങളിലും വളരെയേറെ മുൻപന്തിയിലാണ് ഈ സ്കൂൾ എന്ന റിപ്പോർട്ട് അവതരണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭാവിയിലും നമ്മുടെ സ്കൂൾ ഈ നിലയിലും ഇനിയും നല്ല രീതിയിൽ മുമ്പോട്ട് പ്രവർത്തനങ്ങളായി കടക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസകൾ നേരുന്നു. കൂടാതെ എനിക്ക് പ്രത്യേകം എടുത്തു പറയുന്നത്, യോഗത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളെയും ബ്ലോക്ക് ജില്ലാ ഡിവിഷൻ അംഗങ്ങളെയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ വികസനത്തിനായി ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയ സമ്മാന കൂപ്പൺ പദ്ധതിയുടെ ബമ്പർ നറുക്കെടുപ്പും നടന്നു. ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ ഉപ്പുതറ സ്വദേശി കൊച്ചുപുരയ്ക്കൽ മാത്യു ജോർജിനും, രണ്ടാം സമ്മാനമായ ഫ്രിഡ്ജ് രാജകുമാരി സ്വദേശി പരുത്തിപ്പള്ളി വിൻസെന്റ് ജോസഫിനും, മൂന്നാം സമ്മാനമായ 1 ഗ്രാം സ്വർണം നേരിമംഗലം സ്വദേശിനി അരിക്കാപ്പള്ളി MD സംഗീതയ്ക്കും ലഭിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ജോർജ്, പി രാജാറാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രിൻസിപ്പൽ AC ഷിബി, VHSE വിഭാഗം പ്രിൻസിപ്പൽ റിജിമോൾ തോമസ്, അധ്യാപകർ, രക്ഷകർത്താക്കൾ തുടങ്ങി പങ്കെടുത്തു. തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. മണ്ണുത്തി കോളേജ് 1981 ബാച്ച് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫാമിലി മീറ്റ് കന്യാകുമാരിയിൽ സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തു നിന്നും വന്നെത്തിയ 40 കുടുംബാംഗങ്ങൾ ഫാമിലി മീറ്റിൽ പങ്കെടുത്തു. ഡോക്ടർ SS റാണി, ഡോക്ടർ നസീർ, ഡോക്ടർ ഈശ്വരൻ, മൂലമറ്റം അക്വാട്ടിക് സെന്റർ MD ഡോക്ടർ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പരസ്പരം വിശേഷങ്ങൾ പങ്കിട്ടും പാട്ടുപാടിയും നൃത്തച്ചുവടുകൾ വെച്ചും ആഘോഷത്തോടെയാണ് ഫാമിലി മീറ്റ് നടത്തിയത്. മണ്ണുത്തി കോളേജിൽ നിന്നും 44 വർഷം മുൻപ് പഠിച്ച വിദ്യാർത്ഥികൾ വിവിധ തസ്തികകളിലിരുന്ന് ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം കന്യാകുമാരിയിൽ ഓർമ്മയുടെ അലയടിയിൽ ഒത്തുകൂടി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തു നിന്നും വന്നെത്തിയ 40 കുടുംബാംഗങ്ങൾ കന്യാകുമാരിയിലെ അണ്ണൈ റിസോർട്ടിൽ ഒത്തുചേർന്നത് വേറിട്ട അനുഭവമായിരുന്നു. പാട്ടുപാടിയും നൃത്തച്ചുവട് വെച്ചും റീൽസ് എടുത്തും വിവേകാനന്ദം പാറയിൽ സൂര്യോദയവും ശുചീന്ദ്രൻ അസ്തമയവും കണ്ട് വട്ടക്കോട്ട പൈതൃക കേന്ദ്രവും കണ്ട് 3 ദിവസം അവർ ഒരേ മനസ്സോടെ വിവിധ ഭാവുകങ്ങളിൽ ഒത്തുകൂടി. ഈ ത്രിവേണി സംഗമത്തിന് ഡോക്ടർ റാണി SS, ഡോക്ടർ നസീർ, ഡോക്ടർ ഈശ്വരൻ, മൂലമറ്റം അക്വാട്ടിക് സെന്റർ MD ഡോക്ടർ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി 45ാമത് കുടുംബസംഗമം കർണാടകയിലെ കുടകിൽ ചേരാൻ തീരുമാനിച്ചു. ഡോക്ടർ നീനാകുമാർ നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി NA ബെന്നി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിന് വേണ്ടി 10 കോടി രൂപയാണ് ഈ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ്.
കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ, വ്യത്യസ്ത നയങ്ങൾ, സമീപനങ്ങൾ എന്ന വിഷയത്തിൽ അധ്യാപകരും ജീവനക്കാരും FSETOയുടെ നേതൃത്വത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. ബെഫി സംസ്ഥാന പ്രസിഡന്റ് N സനൽ ബാബു ഉദ്ഘാടനം ചെയ്തു. മണക്കാട് NSS സ്കൂളിലേക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ഫണ്ടിൽ നിന്ന് ലഭിച്ച സ്കൂൾ ബസിന്റെ കന്നിയാത്രയ്ക്ക് NSS തൊടുപുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പാമ്പാടുംപാറ പഞ്ചായത്തിലെ 6ാം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്തുന്നതിനായി വാർഡിലെ വിവിധ മേഖലകളെ ഉൾപ്പെടുത്തി വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു. പാമ്പാടുംപാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BC അനിൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.